യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ ബ്രിട്ടൻ ഉപരോധം പ്രഖ്യാപിച്ചുവെന്ന് വാർത്ത വരുന്നുണ്ടല്ലോ. സമാധാന ചർച്ച ആരംഭിച്ചില്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ റഷ്യക്കെതിരായിട്ടുള്ള ചെറിയ ചൂടുവയ്പ്പുകൾ അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടാകുന്നു എന്നുള്ളത് നല്ല കാര്യമായി നമുക്ക് കാണാം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വന്നപ്പോൾ ഉക്രൈനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജോ ബൈഡൻ ചെയ്ത കാര്യങ്ങളൊക്കെ റിവേഴ്സ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപിന് തന്നെ മനസ്സിലായി റഷ്യ ആര് പറഞ്ഞാലും കേൾക്കില്ല. നേരത്തെ ഇസ്രായേലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു, നമുക്ക് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇസ്താംബുളിൽ തീരുമാനിക്കാം. എല്ലാം തീരുമാനിച്ച് അവിടെ സെലൻസ്കി ചെന്ന് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പുടിൻ വന്നിട്ടില്ല. പുടിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അവിടെ പറയാതെ തന്നെ കയറി വന്ന് ചർച്ചയ്ക്ക് തയ്യാറായി നിൽക്കുക. അപ്പോൾ ട്രംപ് വന്നാൽ കാര്യങ്ങൾ പ്രശ്നമാണെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം പുടിൻ അവസാന നിമിഷം പിൻവാങ്ങി. ഇപ്പോൾ പുടിൻ ഒരു തരത്തിലും വഴങ്ങുന്നില്ല. ട്രംപുമായി 2 മണിക്കൂർ ചർച്ച നടത്തിയിട്ടും പുടിൻ ഒരു തരത്തിലും വഴങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, യുദ്ധം അവിടെ കൂടുതൽ രൂക്ഷമാവുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ യുദ്ധം സംബന്ധിച്ച് ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞതിൻ്റെ പിന്നാലെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഉക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ 20% ഞങ്ങൾ പിടിച്ചെടുത്ത ഭൂമി വേണം, ഇവർ വളരെ ഇതായിട്ട് കീഴടങ്ങണം എന്നുള്ള തരത്തിൽ തന്നെയാണ് പുടിൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ബ്രിട്ടൻ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നതുപോലെ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെയും രംഗത്ത് വന്നിരിക്കുന്നു. അവർ അതിശക്തമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിക്കാതെ ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറെ അഭിനന്ദിച്ചുകൊണ്ട് വ്ളാഡിമിർ സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അമേരിക്കയുടെ നയത്തിൽ മാറ്റം വരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് ഈ രീതിയിലാണെങ്കിൽ അമേരിക്കയെ ഇനിയും കൂടുതൽ ഉപരോധങ്ങൾ റഷ്യക്കെതിരെ പ്രഖ്യാപിക്കേണ്ടി വരും എന്നുള്ള തരത്തിൽ അവർ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഉക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്ന തരത്തിലേക്ക് പോകാൻ പുടിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് പെട്ടെന്ന് തീരുന്ന അവസ്ഥയും കാണുന്നില്ല. SKN വലിയ രീതിയിൽ ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് 3.5 വർഷം കഴിഞ്ഞു. എത്ര ലക്ഷക്കണക്കിന് കോടിയുടെ ആയുധങ്ങളും ഇതൊക്കെയാണ്, എത്ര പേർ കൊല്ലപ്പെട്ടു പോയി. സൈനികർ തന്നെ ഏതാണ്ട് 3 ലക്ഷത്തോളം പേർ 2 വർഷത്തായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാർ കൊല്ലപ്പെട്ടത് താരതമ്യേന ഇസ്രായേലിനെ വെച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഒരു 10-15,000 പേര് സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 80 ലക്ഷം 90 ലക്ഷം പേരാണ് ജീവനും കൊണ്ട് ഓടി പലായനം ചെയ്തത്. ഒരു നാട് മുഴുവൻ, ലോകം മുഴുവൻ ബാധിക്കുന്ന തരത്തിലേക്ക് ഉക്രൈൻ യുദ്ധം മാറി. SKN. ഓക്കെ, താങ്ക് യു, ബി ജെയിംസ്.